സുപ്രഭാതം. കഴിഞ്ഞ TBTയിൽ ടൂൾ ബോക്സ് ടോക്കിൽ നമ്മൾ പറഞ്ഞു വെച്ചത് ബി ദ ഡോക്ടർ ഓഫ് അയൺ എന്നതിനെക്കുറിച്ചായിരുന്നു. ഇരുമ്പിൻ്റെ ഡോക്ടറാവുക, ഇരുമ്പിൻ്റെ വൈദ്യനാവുക. അതിന് ഒരു ഉദാഹരണം പറഞ്ഞിരുന്നു. ഒരു ആംഗിളാണെങ്കിൽ, അത് 6 മീറ്റർ നീളമുള്ള ആംഗിളാണെങ്കിൽ അതിൻ്റെ മധ്യഭാഗത്ത് പ്രസ് ചെയ്യുമ്പോൾ അത് ഹാമറിങ്ങിലൂടെയാവാം, ഹീറ്റിങ്ങിലൂടെയാവാം, ഹൈഡ്രോളിക് സിസ്റ്റത്തിലൂടെയാവാം. എങ്ങനെയായാലും പല പ്രാവശ്യം ചെയ്ത് ബെൻഡായോ സ്ട്രെയിറ്റായോ എന്ന് നോക്കുന്നതിന് പകരം ഒറ്റ പ്രാവശ്യം കൊണ്ട് ആ അവസ്ഥയിലേക്ക് എത്തുക എന്നുള്ളത് പറഞ്ഞിരുന്നു. അപ്പോൾ എന്ത് കാര്യമായാലും അത് ചെയ്യുമ്പോൾ ബി ദ ഡോക്ടർ ഓഫ് അയൺ എന്നതിന് സമാനമായി ചെയ്യുമ്പോൾ അതൊരു കലയായി അനുഭവപ്പെടുന്നു, സന്തോഷമായി അനുഭവപ്പെടുന്നു. കല നമുക്കിഷ്ടമാണ്. നാം മടുക്കുന്നില്ല. നാം മടുക്കുന്നത്, ചിലരെങ്കിലും മടുപ്പുളവാകുന്നത് ജോലിക്കിടയിലാണ്. ജോലിക്കിടയിൽ 5 മണിയാകാൻ കാത്തിരിക്കുന്നു, അല്ലെങ്കിൽ 5:30 വരെയുള്ള കമ്പനികൾ 5:30 അല്ലെങ്കിൽ എത്ര മണിവരെയാണ് ജോലി, ആ സമയം വരെ ആകാൻ കാത്തിരിക്കുന്നു. എന്തുകൊണ്ട്? മടുപ്പുളവാകുന്നത് കൊണ്ട്. അതായത് കലയായി അവർക്കത് അനുഭവപ്പെടുന്നില്ല. ഇതൊരു സർഗാത്മകമായ ഒരു ജോലിയാണെന്നുള്ള ചിന്ത വേണമെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. മറ്റേത് ജോലിയേക്കാളും സർഗാത്മകമായ ജോലിയാണ് ഇതെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു ക്ലറിക്കൽ ജോലികൾ ചെയ്യുന്ന, ഒരുപക്ഷെ അവർ ഫാനിൻ്റെ അടിയിലിരുന്നായിരിക്കാം ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ എ സി മുറിയുടെ ഉള്ളിലിരിക്കായിരിക്കും ചെയ്യുന്നത്. പക്ഷെ അതിൻ്റെ സർഗാത്മകത എത്രയോ വിരളമാണെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. മറ്റേ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഇപ്പുറത്തെ പുസ്തകത്തിലേക്ക് പകർത്തുന്നു. അതുതന്നെയാണ് എല്ലാ ക്ലറിക്കൽ ജോലികളും ചെയ്യുന്ന ഏത് ഫീൽഡിലുള്ളവരും ചെയ്യുന്നത്. ഒരുപക്ഷെ IAS പാസ്സായ ഒരു വ്യക്തി പോലും ക്ലറിക്കൽ സമാനമായ ജോലിയിലാണ്. പണ്ടൊക്കെ അത് എഴുതിയിരിക്കുന്നത് മറ്റൊരു സ്ഥലത്തേക്ക് എഴുതുകയായിരുന്നെങ്കിൽ ഇന്നത് കമ്പ്യൂട്ടറിലൂടെ ചെയ്യുന്നു എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ സർഗാത്മകമായ ഒരു ജോലിയാണ് ഫാബ്രിക്കേഷൻ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആസ്വദിക്കുക. ആസ്വദിച്ച് ചെയ്യുമ്പോൾ അത് മടുപ്പുളവാക്കുന്നില്ല. പകരം 5 മണിയാവാൻ കാത്തിരിക്കുന്നില്ല, അല്ലെങ്കിൽ 4:30 മണിയാവാൻ കാത്തിരിക്കുന്നില്ല, അല്ലെങ്കിൽ ഷിഫ്റ്റ് എത്ര മണി വരെയാണ്, 3 മണി വരെയെങ്കിൽ 3 മണി വരെ, 8 മണി വരെയെങ്കിൽ 8 മണി വരെ. ആ സമയമാകാൻ കാത്തിരിക്കുന്നില്ല. മറ്റാരെങ്കിലും വന്ന് പറയേണ്ടി വരും, ഇതേ സമയമായിട്ടോ, 6 മണിയായി, നിർത്തേണ്ട സമയമായി, അല്ലെങ്കിൽ 6:30 ആയിട്ടോ, നിർത്തേണ്ട സമയമായി. അങ്ങനെ വന്ന് പറയാൻ ഇടവരുന്ന തരത്തിൽ നമുക്ക് ഒരു മാറ്റം ഉണ്ടാവണം. അതിനാണ് ബി ദ ഡോക്ടർ ഓഫ് അയൺ ആവേണ്ടത്. അത് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു. അതിന് സമാനമായിട്ടുള്ള ഒരു പഴഞ്ചൊല്ലാണ് ബി ദ ഡോക്ടർ ഓഫ് അയൺ, ലോഹത്തിൻ്റെ വൈദ്യനാവുക എന്നുള്ളതിന് സമാനമായ ഒരു വാക്യമാണ്, പഴഞ്ചൊല്ലാണ്. ഏത് ഫീൽഡിലാണോ ആ ഫീൽഡിലെ രാജാവാകുക. ആരും നമ്മെ ഭരിക്കാൻ വരില്ല. ഭരിക്കാൻ വരില്ല എന്നതിനേക്കാളുപരി അതിൽ പ്രാവീണ്യം നേടുമ്പോൾ അത് അനായാസമായി മാറുന്നു. അപ്പോൾ 2-3 പഴഞ്ചൊല്ലുകൾ ഇതിനോട് ചേർത്ത് വെച്ച് നമുക്ക് സംസാരിക്കാം. ഒന്ന്, ബി ദ ഡോക്ടർ ഓഫ് അയൺ, ലോഹത്തിൻ്റെ രാജാവാകുക എന്നുള്ളത്. മറ്റൊന്ന്, അവരവരുടെ ഫീൽഡിൽ, ഇവിടെ ഞാൻ ഫാബ്രിക്കേഷനുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതുകൊണ്ട് ഫാബ്രിക്കേഷൻ ഫീൽഡിൽ രാജാവാകുന്ന രണ്ടാമത്തെ വാക്യം. മൂന്നാമത് പറയുന്നത് ഇതിന് സമാനമായി തന്നെ ഇതിനു മുമ്പുള്ള എപ്പിസോഡുകളിൽ പറഞ്ഞിട്ടുള്ള എഫിഷ്യൻസി മേക്സ് ലൈഫ് ഈസിയർ. ഇപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന 3 ചിന്തകളാണ് എപ്പോഴും ഫാബ്രിക്കേഷൻ ഫീൽഡിലായിരിക്കുമ്പോൾ ചിന്തിക്കേണ്ടത്. സന്തോഷത്തിന് വേണ്ടിയും കൂടുതൽ പ്രൊഡക്ഷൻ കിട്ടാൻ വേണ്ടിയും, എപ്രകാരമുള്ള പ്രൊഡക്ഷൻ, സേഫ്റ്റി നിറഞ്ഞ പ്രൊഡക്ഷൻ, സുരക്ഷ നിറഞ്ഞ പ്രൊഡക്ഷൻ കിട്ടാൻ വേണ്ടിയും നാം മനസ്സിൽ ഓർക്കേണ്ട 3 വാക്യങ്ങളും പ്രാവർത്തികമാക്കേണ്ട 3 വാക്യങ്ങളുമാണ് ബി ദ ഡോക്ടർ ഓഫ് അയൺ, അവരവരുടെ ഫീൽഡിൽ രാജാവാക്കുക, എഫിഷ്യൻസി മേക്സ് ലൈഫ് ഈസിയർ. എന്താണ് ഈ 3 കാര്യങ്ങളുടെയും
ഒറ്റ വാക്യത്തിലുള്ള അർത്ഥം: ഒന്ന്, ലോകത്തിൻ്റെ രാജാവാകുക. രണ്ട്, അവരവരുടെ ഫീൽഡിൽ ഒന്ന്, ലോകത്തിൻ്റെ വൈദ്യനാവുക, ഡോക്ടറാവുക. രണ്ട്, അവരവരുടെ ഫീൽഡിൽ, രംഗത്ത്, പ്രത്യേകിച്ച് ഫാബ്രിക്കേഷൻ ഫീൽഡിൽ രാജാവാകുക. മൂന്ന്, പ്രാവീണ്യം ജോലിയെ അനായാസമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നു. ഇവ ചിന്തിച്ചുകൊണ്ട് സുരക്ഷയോട് വർക്ക് ചെയ്യുക, ജോലി ചെയ്യുക. സുരക്ഷ നിറഞ്ഞ ഒരു ദിനം ഏവർക്കും ആശംസിക്കുന്നു.